എത്ര മനോഹരമാണ് ഈ മയിൽപ്പീലികൾ അല്ലേ? അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നല്ല സന്തോഷവും ഇതുപോലെ നല്ല വർണ്ണത്തിലിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പരസ്പരം കലഹങ്ങളില്ലാതെ പരസ്പരം ബഹുമാനിച്ച് പരസ്പരം സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ കള്ളമില്ലാതെ സ്നേഹിക്കുക, ചതിവില്ലാതെ സ്നേഹിക്കുക. വഞ്ചന ഒട്ടും പാടില്ല. എങ്കിലോ എത്ര സന്തോഷമായിരിക്കും ജീവിതം. ഇതുപോലെ ഈ മയിൽപ്പീലിയുടെ സൗന്ദര്യം നമ്മൾ എത്ര കണ്ടാലും മതിവരാത്ത ഈ സൗന്ദര്യം ഒരുപാട് നമ്മൾ ആസ്വദിക്കുന്നില്ലേ? ഭഗവാൻ കൃഷ്ണനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മനസ്സിലായോ? നോക്കൂ, ഈ മയിൽപ്പീലി നമുക്ക് ഏറെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഏറെ സങ്കടങ്ങൾ ഉള്ള സമയത്ത് ഈ മയിൽപ്പീലി ഇതുപോലെ ഇങ്ങനെ നോക്കിയിരുന്നാൽ, അതിൻ്റെ വർണ്ണങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ദുഃഖമുണ്ടല്ലോ, അല്പസമയത്തെങ്കിലും മാറി നിൽക്കും. നല്ലതല്ലേ? സ്നേഹിക്കുക, മനസ്സുറന്ന് സ്നേഹിക്കുക. അത് സത്യമായിരിക്കണം. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്നേഹമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവും. യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത് നല്ല തികഞ്ഞ ദൈവവിശ്വാസികളിലാണ് ഇരിക്കുന്നത്. അവിടെ കള്ളമില്ല, കാപട്യമില്ല. എന്നാൽ അവൻ ദൈവത്തെ ഭയക്കുന്നു. അങ്ങനെ ദൈവത്തെ ഭയന്നാൽ അവൻ കള്ളം ചെയ്യില്ല, കള്ളം പറയില്ല, ആരെയും ചതിക്കുകയുമില്ല. എല്ലാവരോടും നല്ലതുപോലെ പെരുമാറുക. സുഖദുഃഖങ്ങൾ ഒരുപോലെ തന്നെ കാണുക. അതിനെ പരസ്പരം പങ്കുവയ്ക്കുക, പരസ്പരം ആശ്വാസപ്പെടുത്തുക. അങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മനസ്സിൻ്റെ ഒരു സുഖമുണ്ട്. അതാണ് സ്നേഹമുള്ളത്. സന്തോഷത്തോടെ, നല്ല സ്നേഹത്തോടെ പരസ്പരം സ്നേഹിച്ച്, കൊതി തീരുവോളം സ്നേഹിച്ച് ജീവിക്കുക.